ഒരിക്കലും മിണ്ടാൻ പറ്റില്ല. എനിക്കൊരു കവിതയാണ് ഇക്കാര്യത്തിൽ ഓർമ്മ വരുന്നത്. വി മധുസൂദനൻ നായർ എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ പരിചിതനാണ്. നാരായണത്ത് ഭ്രാന്തൻ പോലെയുള്ള കവിതയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ശക്തമായ ഒരു കവിതയാണ് 90കളുടെ ഒക്കെ അവസാനം 2000-ലൊക്കെ എഴുതിയിട്ടുള്ളതാണ് അഗസ്ത്യ ഹൃദയം. അഗസ്ത്യ ഹൃദയം എന്ന കവിത അത് വളരെ നീണ്ട കവിതയാണ്, ഞാൻ അതൊന്നും ഉദ്ധരിക്കുന്നില്ല. അതിലന്ന് അദ്ദേഹം നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്, കുറച്ച് വരികളുണ്ട്, അത് ഞാൻ പറയാം, പാടാൻ എനിക്കറിയില്ല. രാമനു ജയമെന്നു പാട്ടുപാടിച്ചു, ഉന്മാദ വിദ്യയിൽ ബിരുദം കൊടുത്തു, നൈക്കുരണ നാവിൽ പുരട്ടിക്കൊടുത്തു, നാൽക്കവല വാഴാൻ ഒരുക്കിക്കൊടുത്തു. ആ തൻ്റെ കുട്ടികളെ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളെ നാൽക്കവല വാഴാൻ നായ്ക്കുരണ നാവിൽ പുരട്ടിക്കൊടുത്ത് ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ചുകൊണ്ട് തെരുവിലിറക്കി. അവര് വലിയ തോതിൽ നാട്ടിൽ വിഷം പടർത്തി, വർഗീയതയുടെ ഹിംസയുടെ വിഷം പടർത്തി. എന്തിന്? അയോധ്യ എന്നിവർ പറയുന്ന ഫൈസാബാദ് ജില്ലയിലെ അവിടെ അയോധ്യയിൽ ഞാൻ പലവട്ടം പോയിട്ടുള്ള ഒരാളാണ്. അവിടെ ഒട്ടനവധി രാമക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ രാമക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും അവർ പറയും ഇവിടെയാണ് ശ്രീരാമൻ ജനിച്ചത്, ഇതാണ് രാമജന്മഭൂമി, ഇവിടെയാണ് കൈകേയി കിടന്നത്, ഇവിടെയാണ് ദശരഥിരുന്നത് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങ് ഇതെല്ലാം മാറി. ആ ക്ഷേത്രങ്ങളൊന്നും ഇപ്പം ഇല്ല. 500 കൊല്ലം മുമ്പ് പണിത ഒരു പള്ളിയാണ് രാമന്റെ ജന്മസ്ഥലമെന്ന് കുറെ ആളുകൾ അങ്ങ് തീരുമാനിച്ചു. അതിനുവേണ്ടി കുറെ രേഖകൾ ഉണ്ടാക്കി, അതിനവിടെ കൊണ്ട് സാധനം വെച്ചു. നെഹ്റു അതെടുത്ത് കളഞ്ഞു, അവിടെ ബിംബം കൊണ്ടുവച്ചൊക്കെ എടുത്ത് കളഞ്ഞു, അത് പൂട്ടിയിട്ടു. പക്ഷേ അതൊക്കെ ഉടർത്തിയെടുത്തു. ഇന്ത്യയിൽ മുഴുവൻ രഥയാത്ര നടത്തി, രാമജന്മഭൂമി എന്നുള്ള രൂപത്തിൽ വലിയ പ്രചരണം നടത്തി. അനവധി വർഗീയ കലാപങ്ങൾ ഉണ്ടായി, നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു. ആ കവിതയിൽ തന്നെ പറയുന്ന പോലെ അവരുടെ ഈ ജയറാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന, ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന അതിൻ്റെ ഊർജത്തിൽ നിന്ന് അതിൻ്റെ വിഷം സത്ത ഊറ്റിയെടുത്തിട്ടാണ് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ വളരുന്നത്. രാമന്റെ പടം വച്ച് രാമൻ അമ്പെയ്യുന്ന, യഥാർത്ഥത്തിൽ അയോധ്യ വിട്ടുപോയവനാണ് രാമൻ, അയോധ്യ ഉപേക്ഷിച്ചു പോകാനാണ് രാമൻ. അയോധ്യ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. അയോധ്യ എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം ആവശ്യമില്ല, ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. പക്ഷെ രാമനെ അമ്പും വില്ലുമൊക്കെ ഉള്ള രാമനായി. അയോധ്യയിൽ രാമൻ അമ്പെടുത്തിട്ടില്ല, വില്ലെടുത്തില്ല, അതൊന്നും രാമന് ആവശ്യമില്ല. എന്തായാലും രാമന്റെ ബിംബം കാണിച്ച് TV സീരിയലുകളിലൂടെ കൊണ്ടുവന്ന ചില ബിംബങ്ങളും അതുപോലെ വലിയ തോതിലുള്ള വംശീയ വിഷവും ഒക്കെ വരുത്തിയാണ് BJP വളർന്നു വന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാമജന്മഭൂമിയായിരുന്നു എന്നും, അങ്ങനെ രാമജന്മഭൂമി നേടിക്കഴിഞ്ഞു പിന്നെ എന്തായിട്ടുണ്ടെന്നൊരു വിഷയമില്ല. രാമജന്മഭൂമിയിൽ അവസാനം കോടതി വിധി വന്നു, മറ്റവർക്ക് 5 ഏക്കർ സ്ഥലം കൊടുക്കാൻ പറഞ്ഞു. ആ വിധിയിലൊക്കെ പ്രശ്നങ്ങൾ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, അതിന് നിയമപ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഏതായാലും അവിടെ രാമക്ഷേത്രം 2020 നിർമ്മിച്ചു. 2025 പ്രാണപ്രതിഷ്ഠ നിർവഹിച്ചു. പ്രാണപ്രതിഷ്ഠ നമ്മുടെ ബഹുമാനപ്പെട്ട 2024 പ്രാണപ്രതിഷ്ഠ നിർവഹിച്ചു. ഇതിന്റെ ഫലത്തിലാണ് കേരളത്തിൽ, ഇന്ത്യയിലടക്കം RSS അതിശക്തമായി വളർന്നു വന്നത്. സംഘപരിവാർ RSSും അതിന്റെ സംഘടനകളുമാണ് ഈ രാമജന്മഭൂമിയിൽ ക്ഷേത്രം കൊണ്ടുവരുന്നതിനും ഒക്കെ ആയിട്ട് വലിയ പങ്ക് ചെയ്തു. അതിന് ഗുണം കിട്ടിയത് BJPക്കാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ ഇവരെ കളിയാക്കുന്നത്. പക്ഷെ ഈ കാര്യം നാട്ടുകാർക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫൈസാബാദ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ട കാര്യം ഇവിടെ ആരും പറഞ്ഞില്ല. ഫൈസാബാദ് അയോധ്യ നിൽക്കുന്ന മണ്ഡലത്തിൽ അവിടെ നാട്ടുകാർക്ക് ഇതൊക്കെ മനസ്സിലായി. ഇത് കള്ളത്തരാണെന്നും തട്ടിപ്പാണെന്നാ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. പക്ഷെ നമ്മളെ കുറച്ച് മനസ്സിലാക്കാൻ വൈകി. ഇപ്പൊ മനസ്സിലായി. എന്താ മനസ്സിലായത്? ശബരിമലയൊക്കെ തട്ടിപ്പ് വളരെ ചെറുതാന്നാണ് തോന്നുന്നത്. ഇത് കാണുമ്പോൾ വലിയ തോതിൽ ഭണ്ഡാരം മുഴുവൻ അങ്ങനെ അമ്പലക്കള്ളൻ എന്നൊക്കെ പറയില്ലേ, ഭണ്ഡാരം അടിച്ചു മാറ്റി കോടിക്കണക്കിന് 100 കണക്കിന് കോടി രൂപ തട്ടിപ്പോയി. ഞാൻ പറയുന്നതല്ല, UP ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ആളും BJPയുടെ മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പൊ അത് അന്വേഷിക്കുന്നത്. പോലീസിന്റെ SIT എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയാണല്ലോ. ആ SIT അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ ഇന്ത്യയിലാകെ ചർച്ചയായിട്ടുള്ളത്. കേരളത്തിൽ മാധ്യമങ്ങൾ പോലും ഒന്നും കണ്ടിട്ടില്ല, വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല.
ശബരിമല, ഞാൻ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറച്ച് കാണുന്നില്ല. ശബരിമല ആ അർത്ഥത്തിൽ അത് ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ അതുപോലെ തന്നെ അതിനേക്കാൾ ഒരുപക്ഷെ പ്രധാനമാണ്. കാരണം ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നതാണ് രാമജന്മഭൂമി അമ്പലം പ്രതിഷ്ഠ. ഇപ്പൊ സംഘപരിവാറുകാർക്ക് തന്നെ അതിൽ മടുപ്പ് വന്നിരിക്കുന്നു. കാരണം RSSകാർ കുറെ ബഹളമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അതിന് നേട്ടം കൊയ്തതാരാ? BJPയും മോഡിയും. അതിൽ വലിയ അസ്കിത അവർക്കുണ്ട്. എന്താ കാര്യം? 2020 ക്ഷേത്രം പണിതപ്പോൾ മുഖ്യാതിഥി ആരായിരുന്നു? കർമ്മി. അത് നരേന്ദ്രമോദി. എങ്ങനെയാ സംഭവിക്കുക? അത് തന്നെ തെറ്റുണ്ട്. കാരണം ഒരു രാജ്യത്തെ ഭരണാധികാരി അങ്ങനെ വർഗീയ വിഷമുള്ള ഒരു മതപരമായ അത്തരമൊരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ശരിയാണോ? 2024 പ്രാണപ്രതിഷ്ഠ വന്നപ്പോഴോ, അപ്പോഴും യജമാനൻ ഒരു യാഗം പോലെയാണ്. ആ യാഗത്തിൽ യജമാനനായിരിക്കുന്നത് സംഘപരിവാറിന്റെ ആളുകളല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. കാര്യം വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി. ഇതിന്റെ തരികട ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഫൈസാബാദിൽ പൊട്ടിപ്പോയത്. ഫൈസാബാദിന് പുറത്തുള്ളവർ മുഴുവൻ ഇത് മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ അതിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് ഓരോ ദിവസവും SIT റിപ്പോർട്ടിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഈ ഭണ്ഡാരം എണ്ണുന്നതിന് ഏൽപ്പിച്ചത് ഒരു സ്വകാര്യ കമ്പനിയിൽ വഴി SBIയുടെ ഉദ്യോഗസ്ഥരെ സ്വകാര്യ കമ്പനിയാണ് നിയമിച്ചത്. ആ നിയമിച്ചതാരാ? നിയമിച്ചത് അനുകൂൽ മിശ്ര എന്ന് പറയുന്ന BJP നേതാവും അയാളുടെ അളിയൻ ലവകുശ് മിശ്രയും കൂടി ചേർന്നിട്ടാണ്. എന്നിട്ട് മാത്രമല്ല, എണ്ണുന്നതിന് കണക്കുണ്ടോ? അത് പോവാണ്, പണം ഇങ്ങനെ ഒഴുകാണ്. എവിടേക്ക് പോയി എന്നറിയില്ല. അവിടെ 15 ദിവസമൊന്നും CCTV വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അന്വേഷിച്ചപ്പോൾ CCTV ഇല്ല. ഇത് എണ്ണുന്നേരത്തൊക്കെ CCTV വെച്ചിട്ടുണ്ട്, ഒരു CCTV ഇല്ല. മാത്രമല്ല, സാധാരണഗതിക്ക് ഇങ്ങനെ എണ്ണാൻ ഏൽപ്പിച്ച ആളുകൾ പുറത്തു പോകുമ്പോൾ അവരുടെ ശരീര പരിശോധന നടത്തും. അതൊന്നും വേണ്ട നീ അനുകൂൽ മിശ്രയൊക്കെ പറഞ്ഞു. അയാൾ ഇവർക്കൊക്കെ അനുകൂലമായിട്ട് നിന്നു. ഇപ്പോൾ അനുകൂൽ മിശ്ര പെട്ടിരിക്കുക. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, SITയുടെ റിപ്പോർട്ടാ. നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് കണ്ടെത്തി പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടാണ് ഞാനീ പറയണേ. അല്ലാണ്ട് BJPക്കാർ ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല, സത്യസന്ധമായ റിപ്പോർട്ടാ. ഇപ്പൊ BJP ഇതിൽ കള്ളന്മാരായിരിക്കുന്നു എന്നൊരു പരാതി വന്നിരിക്കുന്നു. അത് വലിയ തോതിൽ തിരിച്ചടിക്കുമെന്ന് കണ്ടതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് SIT നിയോഗിച്ചത്. അല്ലെങ്കിൽ അയാൾ വിട്ടുപോകും. അയാൾക്ക് ഇപ്പൊ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരിക. അയാളുടെ നേരെ വരാൻ പോണ ഏറ്റവും വലിയ ആരോപണം അയോധ്യ കള്ളൻ. ഇവിടെ സ്വർണ്ണക്കള്ളൻ എന്നൊക്കെ പറയുന്ന പോലെ ഏത് പോറ്റിയാണ് അവിടെ കയറ്റിയേക്കണെന്ന് എനിക്കറിയില്ല. ഏതായാലും വലിയ തോതിൽ കൊള്ള നടന്നിരുന്നു. ആ കൊള്ള കേവലം ഒരു ക്ഷേത്ര കൊള്ള മാത്രമല്ല, അത് ഇന്ത്യൻ ജനതയെ വഞ്ചിച്ച് അധികാരം കിട്ടാൻ വേണ്ടി, പണം കിട്ടാൻ വേണ്ടി വിശ്വാസം ദുരുപയോഗം ചെയ്ത് ഇന്ത്യയിലെ ജനങ്ങളെ വഞ്ചിച്ച അതിന്റെ പ്രതീകമാണ് ഈ രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാക്കിയ ബഹളങ്ങൾ, കാര്യങ്ങൾ. ഞാൻ ശ്രീരാമനെ ബഹുമാനിക്കുന്ന ആളാണ്, എല്ലാ ക്ഷേത്രങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണ്. എനിക്ക് വിശ്വാസമല്ല പ്രശ്നം, അതായത് ആളുകൾക്ക് വിശ്വാസമുള്ളത്. പക്ഷെ ഇവിടെ അവരുടെ വിശ്വാസമൊക്കെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി വാദിച്ച ആളുകളുടെ വിശ്വാസം തകർത്ത് കളഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും കാശ് തെട്ടിക്കാനും വേണ്ടിയുള്ള സ്ഥലങ്ങളായി ദൈവങ്ങളെ, ക്ഷേത്രങ്ങളെ മാറ്റിയിരിക്കുന്നു. പരിപാവനമായ ക്ഷേത്രങ്ങളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് മതേതരത്വം എന്നൊന്നും പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. മതേതരത്വത്തിലൊന്നും വിശ്വാസമില്ലല്ലോ. അവര് ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാതെ പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് മതേതരത്വം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയാണ് പ്രധാനം. ഞാൻ ഓർക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്, അത് ഗുജറാത്തിലാണ്, അവിടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അന്നത്തെ പ്രധാനമന്ത്രി, പറഞ്ഞു അങ്ങ് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ രാജ്യത്ത് എല്ലാവരുടെയും പ്രസിഡന്റാണ് അങ്ങ്. ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രസിഡന്റ് അല്ല, ജാതിയുടെ പ്രസിഡന്റ് അല്ല. ഇന്ത്യയിൽ സമസ്ത ജനവിഭാഗങ്ങളുടെയും പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങനെ ഒരു ചടങ്ങിൽ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയും അദ്ദേഹം അവസാനം ഔദ്യോഗികമല്ല, ഞാൻ വ്യക്തിപരമായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന നിലയ്ക്കാണ് പോകുന്നത്, രാഷ്ട്രപതിയായല്ല പോകുന്നത് എന്ന് പറഞ്ഞൊക്കെ പോയ ചരിത്രമുണ്ട് ഇന്ത്യക്ക്. അവിടെ നിന്നൊക്കെ ഇന്ത്യ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? ഇപ്പോൾ അധികാരം കിട്ടാൻ വേണ്ടി അമ്പലമോ ദൈവമോ എന്തും ചെയ്യാം, പണം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാം. കേരളത്തിൽ BJPക്കാർക്ക് ഇനി ശബരിമലയെ കുറിച്ച് പറയാൻ ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. ഒരു കള്ളത്തരത്തിലും ക്ഷേത്രം കൊള്ളയ്ക്കെ പറ്റി പറയാൻ പറ്റില്ല. പക്ഷെ അവരൊന്നും പറയില്ല, കാരണം അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. അയോധ്യയിലെ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുമോ, ശബരിമലയിലെ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുമോ, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.